കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകാൻ കോൺഗ്രസ് മാനിഫെസ്റ്റോ കമ്മിറ്റി ഇന്ന് വീണ്ടും യോഗം ചേരും. പി ചിദംബരം അധ്യക്ഷനാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്തയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വ്യാഴാഴ്ചയാവും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണോ ചർച്ചകൾ പുരോഗമിക്കുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് അത് 7-ാം തീയതി, അതായത് മറ്റന്നാളത്തേക്ക് മാറ്റിയത്. മറ്റന്നാൾ വൈകിട്ട് 6 മണിക്ക് AICC ഓഫീസിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. അതിനുശേഷം വിശദമായി തന്നെ ഓരോ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളടക്കം തന്നെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ മാസം 10-ന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ കേരളത്തിൻ്റെ പട്ടിക 7-ന് തന്നെ ചർച്ചയ്ക്ക് വരും. അതിനുശേഷം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനും തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രഖ്യാപനം ഈ മാസം 10-നുള്ളിൽ തന്നെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസും കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വേഗത്തിൽ തന്നെ പ്രചരണം ആരംഭിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള തിരക്കിട്ട ചർച്ചകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റി വീണ്ടും യോഗം ചേരുകയാണ്. ഇന്നലെ യോഗം ചേർന്നിരുന്നു. വൈകിട്ട് 4:30ക്കാണ് പി ചിദംബരം അധ്യക്ഷനായ കമ്മിറ്റി യോഗം ചേരുക. പ്രധാനമായും 50 പേജുള്ള മാനിഫെസ്റ്റോ അത് പ്രവർത്തക സമിതിക്ക് സമർപ്പിക്കും മുൻപ് വീണ്ടും യോഗം ചേർന്ന് അന്തിമ രൂപം നൽകും. പ്രധാനമായും ജാതി സെൻസസ്, അതോടൊപ്പം തന്നെ ജർമ്മൻ വിദ്യാഭ്യാസ മോഡലുള്ള അപ്രന്റീസ്ഷിപ്പ്, കൂടാതെ മിനിമം താങ്ങുവില. ഇപ്പോൾ കർഷകർ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന ഒരു ആവശ്യമാണ് താങ്ങുവില ഉറപ്പാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കർഷക വോട്ടുകൾ ഉന്നയിച്ച് താങ്ങുവില ഉറപ്പാക്കുന്ന വാഗ്ദാനങ്ങൾ, കൂടാതെ സ്ത്രീകൾ, യുവാക്കൾ, അതോടൊപ്പം തന്നെ കർഷകർ തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം തന്നെ കർഷക വിഭാഗങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾ എന്തായാലും ഇത്തരത്തെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച തന്നെ ഈ പ്രകടന പത്രിക പുറത്തിറക്കാനുള്ള നീക്കം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ശരി നിതിൻ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിതിൻ. താങ്ക് യു.